Jewelers Students Only powered by Ramraj Dhotis celebrated by Wonderlയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഓൾ ഇൻ ഓൾ അല്ലെങ്കിൽ മൾട്ടി ടാലന്റഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു നല്ല ഡയറക്ടറാണ്, നല്ല ആക്ടറാണ്, നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഒരു പ്രൊഡ്യൂസറുമാണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ് ഭരത്ചന്ദ്രൻ IPS, കമ്മീഷണർ, പത്രം, അതുപോലുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആളെ പിടികിട്ടിയിട്ടുണ്ടാവും. യെസ്, ഇറ്റ്സ് നൺ അതർ ദാൻ ശ്രീ രഞ്ജി പണിക്കർ. വിത്ത് ഗ്രേറ്റ് പ്ലഷർ രഞ്ജി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സുരേഷ് ചേട്ടനെ പറ്റിയും മമ്മൂക്കയെ പറ്റിയും രഞ്ജിയേട്ടൻ വാദോരാതെ സംസാരിക്കുമ്പോൾ എനിക്ക് രഞ്ജിയേട്ടൻ്റെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലേലത്തിലെ ഒരു സീനാണ്. ഒരു സിനിമയാണ് രഞ്ജിയേട്ടൻ, എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? എനിക്ക് തോന്നുന്നു ഭയങ്കര മൾട്ടി ഡയമെൻഷണൽ സീനാണ്. അതിഭയങ്കരമായ ലൈഫ്, അതിഭയങ്കരമായ ഹീറോയിസം, അതിഭയങ്കരമായ ബ്ലാസ്റ്റിംഗ് ഡയലോഗ്സ്, അതിലെല്ലാം ഉപരി അതിഭയങ്കരമായ പൊളിറ്റിക്സ്. ചില ചാർലി ചാപ്ലിൻ സിനിമകളിൽ കാണുന്ന പോലെ അതിനെല്ലാം ഉപരി ഇതെല്ലാം സിങ്ക്രണൈസ്ഡ് ആവുമ്പോൾ ഈ സിനിമ അങ്ങേയറ്റം കൊമേഴ്ഷ്യൽ സിനിമ കൂടിയാവുന്നു. കൺഗ്രാറ്റ്സ് രഞ്ജിയേട്ടാ, തീർച്ചയായിട്ടും. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് സ്റ്റുഡൻസ് ഓൺലി കണ്ടായിരുന്നെങ്കിൽ അന്ന് കൺഗ്രാറ്റ്സ് ചെയ്തേ, പറ്റിയില്ല. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം സോമേട്ടനില്ലല്ലോ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അദ്ദേഹത്തിൻ്റെ അവസ്ഥ. എനിക്ക് തോന്നുന്നു ചില കഥാപാത്രങ്ങൾ അങ്ങ് ചെയ്തു വെച്ചിട്ട് പോകും എന്ന് പറയുന്ന അല്ലേ? എന്താ അദ്ദേഹത്തോടുള്ള ആ സമയത്ത് ഷൂട്ടിംഗ് സമയത്തെയും മറ്റുമുള്ള? ഷൂട്ടിംഗ് സമയത്തല്ല, എനിക്ക് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. എനിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളെ സോമേട്ടൻ. എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പലപ്പോഴും സുരേഷ് ഗോപിക്ക് കുതിര കയറാൻ ഒരു മേലാഫീസർ, നിങ്ങൾ കമ്മീഷനിൽ കണ്ട പോലെ തന്തയ്ക്ക് പറന്നുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് മുഖത്തടിച്ച പോലെ പറഞ്ഞിറങ്ങിപ്പോകാൻ ഒരു വലിയേട്ടൻ ക്യാരക്ടർ. ഞാൻ ലേലം എന്ന സിനിമ എഴുതുന്നതിന് മുൻപ് ഒരു ദിവസം, എനിക്കറിയില്ല സോമേട്ടൻ സ്വന്തം ജീവിതത്തിൻ്റെ ഒരു വിരാമം മുൻകൂട്ടി കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നെ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്നത് കഴിവറുടെ മോനെ എന്നാണ്. എന്നോട് പറഞ്ഞിടാ, നിൻ്റെ കുറേ സിനിമകളിൽ അവൻ്റെ ഇവൻ്റെയൊക്കെ ആട്ടും തുപ്പും കൊണ്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് മുൻപ് ഒരു നല്ല വേഷം എഴുതി താടാ കഴിവറുടെ മോനെ എൻ്റെ അടുത്ത് പറഞ്ഞു. സ്നേഹം കൊണ്ട് പറഞ്ഞാണ്. എന്നോട് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ ഒരു അത്രയധികം ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് പശ്ചാത്തലമാകുന്ന ഒരു ഭൂപ്രദേശമുണ്ട്. നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മധ്യരാജാവിൻ്റെ ഛായാസാമ്യം ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രത്തിനുണ്ട്. ഞാൻ ലേലം എഴുതാൻ തീരുമാനിച്ച് ഈ കഥാപാത്രത്തിൻ്റെ ജീവിത പശ്ചാത്തലങ്ങളും അനുഭവങ്ങളും അന്വേഷിച്ച് ഒരു യാത്ര നടത്തി അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങളെ, അദ്ദേഹത്തിൻ്റെ മക്കളെ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയൊക്കെ കണ്ട് തിരിച്ച് കോട്ടയത്ത് നാട്ടകത്ത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ വന്നിരുന്നിട്ട് ഞാൻ സോമേട്ടനെ വിളിക്കുന്നു. സോമേട്ട, ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് വണ്ടിയെടുത്ത് ഒരു അംബാസഡർ കാറാണെന്ന് നേരെ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വന്നു. എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് സോമേട്ടൻ്റെ വരവ്. ഞാൻ ഈ കഥാപാത്രത്തിനെക്കുറിച്ച് പറയുന്നു. എനിക്കറിയാം സോമേട്ടൻ്റെ
വിക്ഷോഭങ്ങൾ എനിക്ക് കാണാം എൻ്റെ മുന്നിലിരുന്നുകൊണ്ട് അദ്ദേഹം ഈ കഥാപാത്രത്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ. ഈ സീൻ ഷൂട്ട് ചെയ്യുന്നത് ലേലം സിനിമ തുടങ്ങി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ലൊക്കേഷനിലിരുന്നാണ് സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് പലപ്പോഴും എഴുതുക. ആദ്യം ഇതിൻ്റെ 2 പേജ് എഴുതി കൊടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ സീൻ ഒരു സിനിമ തികച്ചെന്ന് പറയുന്ന പോലെ 100 പേജോ മറ്റുണ്ട് ഈ സിനിമ. ഈ സീനിൻ്റെ ലെഫ്റ്റും റൈറ്റും കൂടെ ചേർത്ത് ഡയലോഗ്സും മറ്റ് വിവരണങ്ങളും എല്ലാ രംഗ വിവരണങ്ങളും എല്ലാം ചേർത്ത്. ഇത് ആദ്യത്തെ പേജ് കൊടുത്തു, 2ാമത്തെ പേജ് കൊടുത്തു. സോമേട്ടൻ ഇങ്ങനെ ഇത്രയും നിർത്താതെ ഡയലോഗ് പറഞ്ഞിട്ടൊന്നും ഒരു ശീലവുമില്ല. ഒരു 4-5 പേജ് കഴിഞ്ഞപ്പോൾ എന്നെ തെറി വിളിക്കുക, നീ ഇതെല്ലാം കൂടെ എഴുതിക്കൊണ്ടുവന്നിട്ട് ഞാനിത് ഇതൊക്കെ തലേദിവസം തരണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ വഴക്കുണ്ടാക്കിയല്ലേ. വഴക്കുണ്ടാക്കുമ്പോഴും എനിക്ക് കാണാം സോമേട്ടൻ അത് എൻജോയ് ചെയ്യുന്നത് എനിക്ക് കാണാം. സോമേട്ടനിലെ അതുവരെ പ്രകാശിതമായിട്ടില്ലാത്ത ഒരു അഭിനേതാവ് ഇങ്ങനെ ഓരോ ഷോട്ടിലും അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപക്ഷെ നിർഭാഗ്യവശാൽ ആ നടനിലെ ഏറ്റവും കരുത്തുള്ള ഭാവങ്ങളെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടാകും, ചൂഷണം ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടാകും. പക്ഷെ സോമേട്ടൻ ഇങ്ങനെ ആകാശം മുട്ട വളരുന്നത് ഞാൻ കാണുകയാണ് കണ്ണിൻ്റെ മുന്നിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ച രോഗത്തിൻ്റെ തുടക്കം ആ കാലത്തുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ മുഖം സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. ഈ സിനിമ ഡബ് ചെയ്യുമ്പോഴും ഇതുപോലെയാണ്. ചില കാര്യങ്ങളിൽ ഞാൻ വാശി പിടിക്കും. അപ്പോൾ എന്നോട് പിണങ്ങി ഡബിങ് തിയേറ്ററിൻ്റെ പുറത്ത് പോയിരിക്കും. നീ പോടാവുന്നു, ഞാൻ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോയി അവിടെ പോയിരുന്നാൽ പിന്നെ നമ്മളെ അനുനയിപ്പിച്ച് കൊണ്ടുവരണം. സോമേട്ടന് വലിയ വഴക്കുണ്ടാക്കുന്ന ആളായിരുന്നു. പക്ഷേ ഈ വഴക്കെല്ലാം അലിഞ്ഞു തീരുമ്പോൾ ഞാൻ ഇത്രയും സ്നേഹമുള്ളൊരു മനുഷ്യനെ സിനിമയിൽ കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, സോമേട്ടനോട് ഇടപഴകിയിട്ടുള്ളവർക്കെല്ലാം തോന്നിയിട്ടുള്ളത് അയാളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് സോമേട്ടനാണെന്നും സോമേട്ടനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അയാളെയാണ് എന്നും തോന്നുന്ന തരത്തിൽ ഒരു വലിയ സൗഹൃദവും ബന്ധവും അവസാനം വരെ നിലനിർത്തിയ ആളായിരുന്നു സോമേട്ടൻ. ഈ സിനിമ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയായത് എന്ന് എനിക്കറിയില്ല. അതിൽ 2 മൂക്കിലും പഞ്ഞി വെച്ച് കിടത്തും എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. അത് അറം പറ്റിയതുപോലെ സംഭവിച്ചതാണോ? സോമേട്ടൻ മരിക്കുമ്പോൾ ഞാൻ നാട്ടിലില്ല, ഞാൻ വിദേശത്തായിരുന്നു ആ സമയത്ത്. മരിക്കുന്നതിന് 2 ദിവസം മുൻപും ഫോണിൽ സംസാരിച്ചു. ഇത് ഭയങ്കരമായിട്ട് അദ്ദേഹം ആസ്വദിച്ചു. ഈ ലേലം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ഷോർട്ട് പീരീഡ്. ലേലം ഇറങ്ങിയിട്ട് അധികകാലം ജീവിച്ചിട്ടില്ല സോമേട്ടൻ. അവസാനത്തെ സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് കണ്ണു നിറയാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരു രംഗം. സോമേട്ടനിലെ മാത്രമല്ല, രഞ്ജിയേട്ടനിലെയും ഒരിക്കലും രഞ്ജിയേട്ടൻ കണ്ണു നിറഞ്ഞുള്ളൊരു സാഹചര്യം അല്ലേ? ഇത്ര പൗരുഷമുള്ള, മുഖത്ത് നോക്കിയാൽ സീരിയസ് ആയി കാണുന്ന എന്തായാലും രഞ്ജിയേട്ടനിലെയും വലിയ മനുഷ്യസ്നേഹിയെ നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ അല്ലേ?